വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്പീച്ച് ആൻഡ് ആക്ട്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സെൽഫ് ഇമേജിനെ കുറിച്ചാണ്. സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ബോധ്യപ്പെട്ട അറിവുകൾ, അതാണ് സെൽഫ് ഇമേജ്. സെൽഫ് ഇമേജ് ഒരിക്കലും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളല്ല. മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അതൊന്നും ശരിയാകണമെന്നില്ല. അപ്പോൾ സെൽഫ് ഇമേജ് രണ്ട് തരമുണ്ട്. ഒന്ന് പോസിറ്റീവ് സെൽഫ് ഇമേജും, രണ്ട് നെഗറ്റീവ് സെൽഫ് ഇമേജും. പോസിറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ സ്ട്രെങ്ത് ആണ്, നമ്മുടെ ശക്തികളും കഴിവുകളും അറിവുകളുമാണ് അതിലുള്ളത്. എന്നാൽ നെഗറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ വീക്ക്നെസ് ആണ്, നമ്മുടെ പരിമിതികളാണ്, നമ്മുടെ കഴിവില്ലായ്മയാണ്, നമ്മുടെ അറിവില്ലായ്മയാണ്. നമ്മുടെ വീക്ക്നെസ് ഒരു സൈഡിൽ നമ്മുടെ സ്ട്രെങ്ത്തുമാണുള്ളത്. അതായത് പോസിറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ കഴിയും, എനിക്ക് അഭിനയിക്കാൻ കഴിയും, എനിക്ക് പാട്ട് പാടാൻ കഴിയും, എനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയും, എനിക്ക് നല്ല ബോഡിയുണ്ട്. അതുപോലെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ട് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് പോസിറ്റീവ് സെൽഫ് ഇമേജ്. എന്നാൽ നെഗറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വീക്ക്നെസ്, അതായത് എനിക്ക് അറിവില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് ബുദ്ധിയില്ല, അതുപോലെ ഞാൻ എവിടെയും എത്തില്ല, എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, എന്നോട് ആർക്കും സ്നേഹമില്ല തുടങ്ങിയ നമ്മളെ തളർത്തുന്ന, നമ്മളെ താഴ്ത്തുന്ന കുറെ ചിന്താഗതികളാണ്. അപ്പൊ നമുക്ക് വേണ്ടത് പോസിറ്റീവ് സെൽഫ് ഇമേജ് ആണോ നെഗറ്റീവ് സെൽഫ് ഇമേജ് ആണോ വേണ്ടത്? നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും പോസിറ്റീവ് സെൽഫ് ഇമേജ് ആണ്. അതായത് നമ്മളെ വളർത്തുന്ന, നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ചിന്താഗതികളാണ് പോസിറ്റീവ് സെൽഫ് ഇമേജുകൾ എന്ന് പറയുമ്പോൾ. നമുക്കറിയാം, ഒരു കെട്ടിയിട്ട പശുവിനെ സംബന്ധിച്ചിടത്തോളം ആ പശു എത്ര ദൂരം സഞ്ചരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഒരിക്കലും ആ പശു അല്ല. ആ പശുവിനെ കെട്ടിയിട്ടുള്ള കയറിന്റെ നീളമാണ് നിയന്ത്രിക്കേണ്ടത്. ആ കയറാണ് തീരുമാനിക്കേണ്ടത് പശു എത്ര ദൂരം സഞ്ചരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ കൂട്ടിലിട്ട തത്തയെ സംബന്ധിച്ചിടത്തോളം ആ തത്ത എത്ര ഉയരത്തിൽ പറക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒരിക്കലും തത്തയല്ല. ആ തത്തയെ ഇട്ടിരിക്കുന്ന കൂടിന്റെ ഉയരമാണ് തീരുമാനിക്കേണ്ടത് തത്ത എത്ര ദൂരം പറക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ നാം എല്ലാം പേടിക്കുന്ന, നമ്മുടെ എല്ലാം പേടി സ്വപ്നമായ മിസ്റ്റർ കിങ് കോബ്ര, അദ്ദേഹം വാവ സുരേഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിഥി എത്ര ദൂരം ഇഴയണം എന്ന് തീരുമാനിക്കുന്ന ഒരിക്കലും രാജവെമ്പാല അല്ല. അതിനെ തടവറയിലാക്കപ്പെട്ട 4 ചുമരുകളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് സെൽഫ് ഇമേജ് ആണ് വേണ്ടത്. അതായത് പോസിറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ അത് അൺലിമിറ്റഡ് ഓഫറാണ്. എന്നാൽ നെഗറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് അത് ലിമിറ്റഡ് ആണ്. അപ്പോ പോസിറ്റീവ് സെൽഫ് ഇമേജ് അൺലിമിറ്റഡ് ഓഫറാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു മൊബൈൽ ഷോപ്പിൽ കയറിയാൽ നമ്മൾ അൺലിമിറ്റഡ് ഓഫറാണ് നമ്മൾ ആവശ്യപ്പെടുക. കാരണം നമുക്ക് ഇഷ്ടംപോലെ നെറ്റ് ഉപയോഗിക്കാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ അറിയാൻ സാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചിന്താഗതി, നമ്മുടെ ജീവിതം ലിമിറ്റഡ് ഓഫറിൽ നിന്ന് അൺലിമിറ്റഡ് ഓഫറിലേക്ക് ഒന്ന് മാറിയാൽ നമ്മുടെ ശക്തി നമുക്ക് തിരിച്ചറിയാം. ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം ആനയുടെ ശക്തി എപ്പോഴാണ് തിരിച്ചറിയുക എന്ന് നിങ്ങൾക്കറിയുമോ? ആനയുടെ ശക്തി ആന തിരിച്ചറിയുന്നത് ആന മദം പൊട്ടുമ്പോഴാണ്. ആന മദം പൊട്ടുമ്പോൾ അത് പാപ്പാനെ 2 കാലും പിടിച്ച് ചീന്തി വലിച്ച് ഒടിച്ച് ചുരുട്ടിരൊറ്റയേറ്, ഫുട്ബോൾ പോലെ. പക്ഷെ മദം പൊട്ടുന്നത് വരെ ആന അറിയുന്നില്ല ആനയുടെ ശക്തി എന്താണ്. ഒരു ദുർബലനായ, അതായത് ആനത്തോട്ടിയേക്കാളും മെലിഞ്ഞ, ശുഷ്കിച്ച പാപ്പാനെ ആ പൊട്ടനാന അതുവരെ അനുസരിച്ചു കൊണ്ടിരിക്കും. എപ്പോൾ മദം പൊട്ടുന്നുവോ അപ്പോഴാണ് ആനയുടെ ശക്തി തിരിച്ചറിയുന്നത്. അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഉയരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.